ഇപ്പം ചേട്ടാ വീണ്ടും പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് ഒരു എന്താ പറയുക ഗുണനിലവാരമുള്ള പാട്ടുകൾ കുറയുന്ന എന്ന അഭിപ്രായമുണ്ടോ ചേട്ടൻ? അല്ല, ഇപ്പോഴത്തെ രീതിയിലുള്ള പാട്ടുകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഗുണനിലവാരം ഇപ്പൊ അവർക്ക് ഇഷ്ടം ഈ ഗുണമാണ്. അല്ല, വേറെ ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് പണ്ട് കേട്ടോണ്ടിരുന്ന പാട്ടുകള് എന്തായാലും അത് നിൽക്കും എന്നും, അതിന് ലൈഫ് കൊണ്ട് നിൽക്കും. ഇപ്പോഴത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ അവർക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്നവർ കേൾക്കുന്നു, പക്ഷെ അത് ഒരു മാസം പോലും അതിന് ആയുസില്ല. റിപ്പീറ്റ് ചെയ്യണമെന്നും അവർക്ക് ആഗ്രഹമില്ല. ഇല്ല, ഇപ്പോഴത്തെ ടൈമില് ആ പടത്തിന് ആവശ്യമുള്ള കുറച്ച് സൗണ്ട്സും പാട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല. ഇപ്പൊ അവർക്ക് പാട്ടിന്റെ ഒരു ആവശ്യമില്ല, കാരണം പാട്ട് വേണം. അപ്പൊ നോക്കുമ്പോ ഒരു സിനിമയിൽ ഞാൻ ചിലപ്പോ സിനിമ കാണാൻ പോകാറുണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പൊ നോക്കുമ്പോ ഉണ്ട് ഒരു 8 പാട്ട്, 12 ഗായകൻ. ഞാൻ നല്ല കുറച്ച് പാട്ടുകൾ കേൾക്കാൻ നോക്കുമ്പോ പാട്ടിന്റെ ഒക്കെ ഒരു വരി നമ്മൾ അറിയത്തേ ഇല്ല. സിനിമ തീരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കും, എടി ഏത് പാട്ടായിരുന്നു നമ്മൾ കേട്ടത്? അപ്പൊ അവൾ എന്റെ അടുത്ത് ചോദിക്കും, ഏത് പാട്ടായിരുന്നു കേട്ടത്? ഞാൻ പറഞ്ഞു, ചർച്ച ഇവിടെ നിൽക്കട്ടെ. സത്യമാണ്. ഇപ്പം പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പം ഇപ്പൊ ഉദിത് നാരായണനൊക്കെ ഇവിടെ വന്ന് പാടുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കുന്നു. ഇപ്പൊ അതുപോലെ തന്നെയാണ് ചേട്ടൻ തമിഴിലും ഹിന്ദിയിലും ഒക്കെ പാടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുണ്ട് ദാണ്ടിയാർ ആട്ടവുമാണ്, അതൊക്കെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പം എന്തുകൊണ്ടാണ് തമിഴിലേക്ക് കൂടുതൽ അവസരങ്ങളിലേക്ക് ചേട്ടൻ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ? കോൺസെൻട്രേറ്റ് ചെയ്യാത്തതാണ്. കാരണം വെച്ചാൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റിയില്ല. മദ്രാസിൽ ഞാൻ പണ്ട് താമസിച്ചിരുന്നെങ്കിലും ഇവിടെ ഏഷ്യാനെറ്റ് വന്നപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റില് തുടക്കത്തില് എന്നെ അവര് ക്ഷണിച്ച് ഞാൻ പോന്നു. അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിച്ചു. പ്രായം അമ്മയെ നോക്കാൻ വേണ്ടി ഞാൻ 2 ആയമാരെയൊക്കെ നിർത്തി. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഞാൻ കേരളത്തിലോട്ട് മടങ്ങാൻ. പിന്നെ നീ ഇവിടെ അത് വിളിച്ചാ പോവൂലേ? അല്ല, എന്നാലും നമുക്ക് പക്ഷെ പണ്ട് നമുക്ക് അന്ന് അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നു അവിടെ താമസിക്കാൻ. ഉണ്ടായിരുന്നെങ്കിൽ തമിഴിൽ ഒരുപാട് പാട്ടുകൾ, കാരണം AR റഹ്മാൻജി, വിദ്യാസാഗർ, ഇവരൊക്കെ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. 92 യോധ അങ്ങനെ തുടങ്ങി എന്തോരം പാട്ടുകൾ. ഇപ്പൊ പല പല കാര്യങ്ങൾ, ഇപ്പൊ റഹ്മാൻ സാറിന്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെ പല പല കാര്യങ്ങൾ കേൾക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൂടുതലൊരു എക്സ്പീരിയൻസ് ചേട്ടന് പറയാനുള്ളത്? അദ്ദേഹം റെക്കോർഡിങ് തുടങ്ങുന്ന രാത്രി 12 മണിക്കാണ്. 12 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പൊ നമ്മളെ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ നമ്മള് ഒരു ഹാളില് ഫുഡും ബാക്കി ഇതെല്ലാം ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, അന്ന് അൽക്കാഗ്നി. ലതാജിയുടെ കൂടെ ഷെയർ ചെയ്ത് പാടിയിട്ടില്ല. ഇല്ല, ആ പാട്ട് ഷെയർ ചെയ്ത് അതൊരു കുഞ്ചിക്ക അത് ആ പോർഷൻ മാത്രം പാടി അതിൽ ഫിക്സ് ചെയ്തതാണ്. പാട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ്. അപ്പൊ ഓരോരുത്തരെ വന്ന് വിളിക്കും. ഇന്നാര് സാറ് വിളിക്കുന്നു പറയുമ്പോൾ ചിലപ്പോ 4:30 മണിയൊക്കെയാണ് നമ്മുടെ പാട്ടാകുമ്പോൾ. അങ്ങനെയാണ് വെളുപ്പിന്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും പാട്ടുകാരനാവണമെന്ന് തന്നെയാണോ ആഗ്രഹം? 100%. ഇനി ഒരു ജന്മം ഞാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. അഥവാ എനിക്ക് ഉണ്ടായാൽ തന്നെ എനിക്ക് MG ശ്രീകുമാർ ആയിട്ട് ജനിച്ചാൽ മതി എന്നാണ് ആഗ്രഹം. അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് ജനിച്ചിട്ട് പിന്നെ അത് അല്ലേ, അതിന്റെ ഉത്തരവൊന്നുമില്ല. അതെ. ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഒരുപാട് എന്ത് രസമായിട്ടാണ് ചേട്ടൻ കൊച്ചു കുട്ടികളോടൊക്കെ ഇടപെടുന്നത്. കാരണം ഇത്രയും വലിയൊരു ഗായകൻ നാഷണൽ അവാർഡ് വിൻ ചെയ്ത ഒരാളെന്നൊരു ഭാവം ഇല്ലാതാണ് അല്ലെ ചേച്ചി ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പം അതിൽ ഏറ്റവും കുട്ടികൾക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവര് കുറച്ചു പേർക്ക് കിട്ടും. പിന്നെ എന്തായാലും അവർക്ക് കുറെ ഗാനമേളകളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് കുറച്ചുപേര് നല്ല രീതിയിൽ പോവും, കുറച്ചുപേര് ഗാനമേളയായിട്ട് പോവും. എന്തായാലും അവര് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ജീവിതത്തിൽ ഒരു വരുമാന മാർഗം കിട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ചില കുട്ടികളൊക്കെ ഈ പ്രശസ്തി നാടൻ മുറിക്കാനും അതിനും ഇതിനൊക്കെ പോയിട്ട് പാട്ടങ്ങ് മറന്നു, അതുകൊണ്ട് പറ്റുന്ന. ഇപ്പൊ ഈ പുതിയ തലമുറയ്ക്ക് ചേട്ടന് കൊടുക്കാനുള്ള, അത് ഗായകർക്ക് കൊടുക്കാനുള്ള, വീട്ടിൽ നിന്ന് തന്നെ ഹരിയുണ്ട്, കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എന്തായാലും? ഞാനും ഒരു പുതിയ തലമുറ ഇപ്പോഴും. കാരണം പാട്ടില് പുതിയതും പഴയതൊന്നുമില്ല. പ്രായത്തില് പുതിയതും പഴയതും ഉണ്ട്, പക്ഷെ പാട്ടിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പാട്ടിൽ ഞാനിപ്പോ ഈ തുടരും എന്നുള്ള പടത്തില് പാടിയിരിക്കുന്നത് കേട്ടിട്ട് പറയൂ, കാരണം പുതിയതാണോ പഴയതാണോ. അതിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? ഇല്ല, അത് റിലീസ് ആയില്ലല്ലോ. റിലീസ് ആവാത്തോണ്ട് പാടുന്നില്ല.